ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്ന യൂട്യൂബ് ചാനലല്ല നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം കുറച്ച് പരീക്ഷണങ്ങൾ ചെയ്യാൻ നമ്മൾ നിർബന്ധിതനായിരിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിൽ ISL ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും ഒരു കലങ്ങി തെളിയാത്തൊരവസ്ഥയിലാണ്. ഒരു സെക്കൻഡ് ചാനലിൽ ISL അല്ലാത്ത മറ്റ് ലീഗുകളെ പറ്റി സംസാരിക്കാനാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ അടുത്ത് പ്രീമിയർ ലീഗിൽ നമ്മളൊരു മാച്ച് കണ്ടിരുന്നു, മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ചെൽസി മത്സരം. ആ ഒരു മാച്ച് അവസാനിച്ചത് 1-1 സമനിലയിലാണ്. പക്ഷേ ആ ഒരു മാച്ചിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബിൽഡപ്പ് ഫസ്റ്റ് ഹാഫിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുവിധപ്പെട്ട സമയം അത്രയും പന്ത് ഒരുപാട് കൈവശം വെക്കാനും ബാക്കിൽ നിന്ന് പന്ത് പാസ് കളിച്ച് ഗോൾ കീപ്പറിൽ നിന്നോ സെൻട്രൽ ബാക്കുമാരെ യൂസ് ചെയ്തിട്ടോ ആ ഒരു ബാക്കിൽ പാസ് കളിച്ച് പന്ത് ഫ്രണ്ടിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് ബിൽഡപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ബിൽഡപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ സിറ്റിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ചേഞ്ച് കൊണ്ടുവന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ ചെൽസി വരുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ബിൽഡപ്പ് ഫസ്റ്റ് ഹാഫിൽ വളരെ നല്ല രീതിയിലാണ് സിറ്റി മാനേജ് ചെയ്തത്. ഒരു ഗോളിൻ്റെ ലീഡും നേടിയെടുക്കാൻ അവർക്ക് ഫസ്റ്റ് ഹാഫിൽ സാധിച്ചിരുന്നു. നമ്മളിന്ന് സിറ്റിയുടെ ആ ഒരു ബിൽഡപ്സിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അവർ ആ ഒരു മാച്ചിൽ യൂസ് ചെയ്ത ഒരു 4 ടൈപ്സ് ഓഫ് ബിൽഡപ്സിനെ പറ്റി. അതിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ആ ഒരു ബിൽഡപ്പിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഫസ്റ്റ് ഹാഫിൽ സിറ്റി മെയിൻറ്റെയിൻ ചെയ്തൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ ഒരു ബാക്കിൽ 3 പേരെ നിലനിർത്തിക്കൊണ്ട് സെൻട്രൽ ബാക്കുമാരായിട്ടുള്ള ഗ്വാർഡിയോള ലെഫ്റ്റിലും ആ ഒരു നടുക്കായിട്ട് റൂബൻ ഡയസും റൈറ്റ് സൈഡിലായിട്ട് റൈറ്റ് ബാക്ക് മത്തേഴ്സ് ന്യൂനസ്, ഈ 3 പേരും ചേർന്നിട്ടാണ് ബിൽഡപ്പ് ഉണ്ടാവുക. ഒരു ഫുൾ ബാക്കായുള്ള ലെഫ്റ്റ് ബാക്ക് അഡ്വാൻസ് ചെയ്ത് അപ്പുറത്തായിരിക്കും ഉണ്ടാവുക. ഈ 3 പേർക്ക് ഫ്രണ്ടിലായിട്ട് റോഡ്രി നമ്മൾ കാണുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം അപ്പുറത്തെ ഹാഫിലും മുന്നിലൊക്കെ ആയിട്ടാണ് ബാക്കിയുള്ളവർ പോഷൻ ചെയ്തത്. ഈ 3 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് കളിച്ചിട്ടാണ് ആ ഒരു ബിൽഡപ്പ് പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അതിൽ ആദ്യത്തെ ബിൽഡപ്പിലേക്ക് വരാം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഡ്വാൻസ്ഡ് റോൾ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഫ്രീഡം ഉള്ളത് ആ ഒരു ബാക്ക് ലൈനിൽ ലെഫ്റ്റ് ബാക്കിന് മാത്രമായിരുന്നു. പല സമയത്തും നിക്കോ റെയ്ലി എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ മുന്നോട്ട് കയറി പോകുന്നത് കാണാം. അവിടെ ഒരു എക്സ്ട്രാ പ്ലെയർ, വിങ്ങറിനൊപ്പം ഒരു എക്സ്ട്രാ പ്ലെയർ ആയിട്ട് ഈ ഒരു പ്ലെയർ പലപ്പോഴും വരുന്നുണ്ടായിരുന്നു. ബാക്കിൽ മിക്കപ്പോഴും ചെൽസി ഒരു 5 men ബാക്ക് ലൈൻ ആണ് മെയിൻറ്റെയിൻ ചെയ്തെങ്കിലും ഈ ഒരു പ്ലെയർ സർപ്രൈസ് ആയിട്ട് പലപ്പോഴും ഫ്രണ്ടിലേക്ക് റൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിൽ നിന്നുള്ള ലോങ് ബോൾ ഇപ്പോൾ ആ ഒരു ലെഫ്റ്റ് സൈഡ് ഫോക്കസ് ചെയ്തിട്ടാണ് പല സമയത്തും ബിൽഡപ്പ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വരുന്ന ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ലോങ് ബോൾസ്, പ്രത്യേകിച്ചും അവിടെ സെൻട്രൽ ബാക്കായുള്ള ഗ്വാർഡിയോളൊക്കെ നല്ല രീതിയിൽ ലോങ് ബോൾസ് പ്രൊവൈഡ് ചെയ്യാൻ എബിലിറ്റി ഉള്ള പ്ലെയർ ആണ്. ആ ഗ്വാർഡിയോളിൽ നിന്ന് വരുന്ന ഒരു ലോങ് ബോൾ ഈ രീതിയിൽ ഫുൾ ബാക്കിനെ കണ്ടെത്തി ഓപ്പണന്റ് ഹാഫ് വരെ എത്തുന്ന ഒരു മൂവ്മെന്റ് കാണാം. അങ്ങനെ ഈ ഫുൾ ബാക്കിനെ ഒരു എക്സ്ട്രാ പ്ലെയർ ആക്കി കൊണ്ടുവന്ന് അത്തരത്തിലുള്ള ബിൽഡപ്പാണ് ആദ്യമായിട്ട് നോട്ടീസ് ചെയ്തത്. ഇനി സെക്കൻഡ് മെത്തേഡ് ഓഫ് ബിൽഡപ്പ് എന്ന് പറയുന്നത് ആ ഒരു മാച്ചിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരു പ്ലെയർ ആണ് റെയിൻഡേഴ്സ്. ആ ഒരു മാച്ചിൽ സിറ്റിക്ക് ഫസ്റ്റ് ഗോൾ നേടി എന്നതിനപ്പുറത്തേക്ക് ബിൽഡപ്പിൽ ഒരു പ്ലെയർ കോൺസ്റ്റന്റ് ആയുള്ള മൂവ്മെന്റ് കൊണ്ടും എതിർ പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്ത് അങ്ങനെ കണ്ടെത്തുന്ന സ്പേസ് വഴി ഈ ബിൽഡപ്പിനെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് മൂവ്മെന്റ്സ് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ആദ്യത്തെ മൂവ്മെന്റിലേക്ക് വരുമ്പോൾ ബാക്കിൽ ആ ഒരു 3 പേര് വെച്ചിട്ടാണ് ബിൽഡപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ പല സമയത്തും ഈ ഹാളണ്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ബാക്ക് ലൈനെ, ചെൽസിയുടെ ബാക്ക് ലൈനെ ഡിസ്റ്റർബ് ചെയ്തിരുന്നത് ഈ റെയിൻഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബാക്ക് ലൈൻ്റെ ഒരു നോട്ടപ്പുള്ളിയായിട്ട് പലപ്പോഴും ഈ പ്ലെയർ മാറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ ഒരു പ്ലെയർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടോ ആ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പോയി അറ്റാക്ക് ചെയ്യാൻ ബാക്കിൽ നിന്ന് ചെൽസിയുടെ ബാക്ക് ലൈനിൽ നിന്ന് ഒരു പ്ലെയർ മുന്നോട്ട് കയറി വരുന്നത് കാണാം. പല സമയത്തും അവിടെ ചെൽസി നമ്പർ 34 ഫുൾ ബാക്ക് ആണ് മുന്നോട്ട് കയറി വരുന്നത്. ഇവിടെ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ഇറങ്ങി നിൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ലൈനിൽ ഒരു പ്ലെയർ, ആ ജേഴ്സി നമ്പർ 34 ഈ ഒരു പ്ലെയറിനെ കൃത്യമായ നോട്ടം ഇട്ടിട്ടുണ്ട്. ഒരു പാസ് ടച്ച് ചെയ്ത് തിരിച്ചു വാങ്ങിക്കുമ്പോൾ ആ പാസ് വാങ്ങുന്ന ആ മൊമെന്റിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെൽസിയുടെ ഒരു പ്ലെയർ മുന്നോട്ട് കയറി വരുന്നത് കാണാം. ഇമ്മീഡിയറ്റ്ലി അവിടെ ബാക്കിൽ ഒരു സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ റെയിൻഡേഴ്സ് ആ സ്പേസിലേക്ക് ഓടുന്നതും പിന്നീട് ഗ്വാർഡിയോള ഒരു ലോങ് ബോൾ വെച്ച് ആ ഒരു വേക്കൻ്റ് ആയുള്ള സ്പേസിൽ വെച്ചിട്ട് ഈ ഒരു പ്ലെയറിനെ കണ്ടെത്തുന്നത് കാണാം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അറ്റാക്ക് ചെയ്യാൻ വന്ന അല്ലെങ്കിൽ മുന്നോട്ട് കയറി വന്ന പ്ലെയറിന്റെ ബാക്കിൽ വരുന്ന സ്പേസ് ആണ് അദ്ദേഹം യൂസ് ചെയ്തത്. ഇതേ രീതിയിൽ തന്നെ മറ്റൊരു സിറ്റുവേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും ബാക്കിലേക്ക് ഇറങ്ങി വന്ന് ഒരു 1 ടച്ച് പാസ് ബാക്ക് ലൈനായിട്ട് കളിക്കുന്നു. അപ്പോഴും ഈ പറഞ്ഞ പോലെ ബാക്കിലെ ആ ഒരു വൺ ഓഫ് ദ ഡിഫൻഡർ ഈ ഒരു പ്ലെയറിനെ ഷാഡോ ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു പാസ് കൂടി കളിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ആ ഒരു പ്ലെയർ ഒരുപാട് അഡ്വാൻസ് ചെയ്ത് വരുന്ന കാണാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നേരത്തെ അദ്ദേഹം ചെയ്ത അതേ രീതിയിൽ തന്നെ ആ സ്പേസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, ആ സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് റൺ ചെയ്യുന്നത് കാണാം. ഗ്വാർഡിയോളിൽ നിന്നും റോഡ്രിയിൽ നിന്നും ഒരു ത്രൂ പാസ്, നേരത്തെ പറഞ്ഞ അതേ ആ ഒരു വേക്കൻ്റ് ആയുള്ള സ്പേസിലേക്ക് ത്രൂ ബോൾ വരുന്നു. ആ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് അവിടെ വെച്ച് പന്ത് റിസീവ് ചെയ്യാൻ സാധിക്കുന്നു. അകത്തേക്ക് വെച്ച് കൊടുത്തൊരു ക്രോസ്, ഹാളണ്ടിന്റെ കോൺടാക്ട് കറക്റ്റ് ആയില്ല, പക്ഷേ കൃത്യമായൊരു ബിൽഡപ്പ് ഓപ്പണന്റ് ഹാഫ് വരെ എത്തുന്ന ബിൽഡപ്പായി മാറാൻ അത് സഹായിച്ചിട്ടുണ്ട്. ഇതുപോലെ ആ ഒരു ബാക്കിൽ പോയി ഡിസ്റ്റർബ് ചെയ്ത് ആ ഒരു പ്ലെയറിനെ അട്രാക്ട് ചെയ്ത് ബാക്കിലെ വേക്കൻറ്റ് സ്പേസ് റണ്ണിലൂടെ യൂട്ടിലൈസ് ചെയ്യുന്ന 1-2 ബിൽഡപ്പ് മൂവ്മെന്റ്സ് നമുക്ക് കാണാം. ഇതേപോലെ തന്നെ കോൺസ്റ്റന്റ് ആയുള്ള മൂവ്മെന്റ്സ് പല സമയത്തും ഈ ഒരു മിഡ്ഫീൽഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അതേ മൂവ്മെന്റ് നടത്തുമ്പോൾ പല പ്ലേസും അദ്ദേഹത്തിലേക്ക് അട്രാക്ട് ആവുന്നുണ്ട്. അതുമൂലം മറ്റ് പ്ലേയേഴ്സിന്, സിറ്റിയുടെ മറ്റ് പ്ലേയേഴ്സിന് സ്പേസ് ഓപ്പൺ ആയി കിട്ടുന്നത് കാണാം. ഇവിടെ ഈ ഒരു ബിൽഡപ്പ് തുടങ്ങുന്ന സമയത്ത് റോഡ്രി ചെൽസിയുടെ 2 ഫ്രണ്ടിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ചേർന്ന് മാർക്ക് ചെയ്തിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ റെയിൻഡേഴ്സ് അവിടെ കോൺസ്റ്റന്റ് ആയുള്ള മൂവ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കാണാം. അദ്ദേഹം ഡ്രോപ്പ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ 34 ജേഴ്സി നമ്പർ, ചെൽസിയുടെ 34 ജേഴ്സി നമ്പർ ഇവിടെയും ഷാഡോ ചെയ്യുന്നത് ഈ ഒരു സിറ്റുവേഷനിലും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ അദ്ദേഹം ചെയ്യുന്നത് കുറച്ചുകൂടി ലെഫ്റ്റിലേക്ക് അട്രാക്റ്റ് ആവാണ്. ഗ്വാർഡിയോളിന് ഒരു
പാസിംഗ് ഓപ്ഷനായിട്ട് ലെഫ്റ്റിലേക്ക് അട്രാക്റ്റ് ആകുമ്പോൾ നേരത്തെ പോലെ ഗോഡിയോളിന് പാസ് കളിക്കാൻ ഒരു എക്സ്ട്രാ പ്ലെയറിനെ കിട്ടുകയാണ്. ആ സിറ്റുവേഷനിൽ ഓപ്പണന്റ് ടീമിന്റെ ചെൽസിയുടെ സ്ട്രക്ചർ കുറച്ചൊന്ന് മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ട്രാപ്പിൽ വീണ് ആ പാസിംഗ് ഓപ്ഷൻസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേയേഴ്സ് ഡിഫറൻ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കാണാം. ഇവിടെ ആ ഒരു റോഡ്രിയെ മാർക്ക് ചെയ്തിരുന്ന വൺ ഓഫ് ദ ഫോർവേഡ് കളിച്ചിരുന്ന പ്ലെയർ റൂബൻ ഡയസിലേക്കുള്ള പാസിംഗ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നതാണ്. സോ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് റോഡ്രിക്ക് ഒരു ഓപ്പൺ സ്പേസ് കിട്ടുകയും അദ്ദേഹത്തിന് പന്തുമായിട്ട് മുന്നോട്ട് പോകാൻ പാകത്തിന് സ്പേസ് മുന്നിൽ ഓപ്പൺ ആയി കിട്ടുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഗോഡിയോളിൽ നിന്ന് പന്ത് സ്വീകരിച്ച് റോഡ്രി പന്തുമായിട്ട് മുന്നോട്ട് പോയി ആ ഒരു സ്പേസ് അറ്റാക്ക് ചെയ്യുന്നത് മറ്റൊരു ബിൽഡപ്പ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സിമിലർ ആയിട്ട് ഇതേ രീതിയിൽ കോൺസ്റ്റന്റ് ആയുള്ള മൂവ്മെന്റ് വെച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ ലെഫ്റ്റിലേക്ക് അട്രാക്ട് ആകുമ്പോൾ സെന്ററിൽ റൂബൻ ഡയസ് സെന്റർ ബാക്ക് ആയുള്ള റൂബൻ ഡയസിന് ഇതേപോലെ മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ തുറന്നു കിട്ടുന്ന മൂവ്മെന്റ് വേറെയുണ്ട്. സോ ആ ഒരു മിഡ്ഫീൽഡിൽ എല്ലാവരും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഇതേ മാത്രം കൃത്യമായ രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് പ്ലേയേഴ്സിനെ ഓപ്പൺ പ്ലേയേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ കൺഫ്യൂസ് ചെയ്യുന്ന ട്രാപ്പിലേക്ക് വീഴ്ത്തുന്ന തരത്തിൽ ആ രീതിയിലുള്ള മൂവ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാനും അതുവഴി മറ്റ് പ്ലേയേഴ്സിന് ഓപ്പൺ ആവാനും ഇദ്ദേഹത്തിന് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബിൽഡപ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇപ്പോൾ തന്നെ ഒരു 4 സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു. ഈ 4 സിറ്റുവേഷനും അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ്, റെയിൻഡേഴ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് സിറ്റിയുടെ ഇത്രയും ബിൽഡപ്സ് നന്നായിട്ട് വന്നത്. സോ ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാം ലെഫ്റ്റ് സൈഡാണ് ഒരു ഫോക്കസ് ആയിട്ട് സിറ്റി പലപ്പോഴും വെക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഫുൾ ബാക്കിൽ ലെഫ്റ്റ് ബാക്കിനാണ് അഡ്വാൻസ് ആയുള്ള ഒരു ഫ്രീഡം കൊടുത്തത്. അതുപോലെ റെയിൻഡേഴ്സ് പലപ്പോഴും അട്രാക്ട് ആവുന്നതും അദ്ദേഹം പൊസിഷൻ എടുക്കുന്നതും ലെഫ്റ്റിൽ നിൽക്കുന്ന ഗോഡിയോളിന്റെ അടുത്തേക്കായിരുന്നു. സോ അതുകൊണ്ട് തന്നെ പല സമയത്തും ആ ഒരു പിച്ചിന്റെ ലെഫ്റ്റ് സൈഡാണ് ഒരു മെയിൻ കീ അറ്റാക്കിംഗ് ഏരിയ ആയിട്ട് അല്ലെങ്കിൽ ബിൽഡപ്പ് ഏരിയ ആയിട്ട് ബൈ ഡിഫോൾട്ട് ഓപ്പണൻസിന് കാണാൻ സാധിക്കുന്നത് സിറ്റിയുടെ. പക്ഷേ ഇവിടെ എല്ലാം ഒരു ഒറ്റ പ്ലെയറിനെ ഔട്ട് വൈഡിൽ റൈറ്റിൽ എക്സ്ട്രീംസിൽ ഇറക്കി നിർത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ആൻഡ് പല സമയത്തും ഈ ലെഫ്റ്റിൽ ട്രാഫിക് വരുമ്പോൾ ഒരു ലോങ് ബോൾ കൊണ്ടോ ഒരു ഡയറക്റ്റ് ലോങ് ഗ്രൗണ്ട് പാസ് കൊണ്ടോ ഈ ലെഫ്റ്റിൽ ഒന്നല്ലെങ്കിൽ സിൽവ ആയിരിക്കും അല്ലെങ്കിൽ ചെറുക്കി ആയിരിക്കും ആ ഒരു പ്ലെയറിനെ കണ്ടെത്തുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ആ ഒരു പ്ലെയറിലേക്ക് പാസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്ലെയറിന് വേറെ ഒന്നും ചെയ്യാനില്ല, ഇമ്മീഡിയറ്റ്ലി ആ ഒരു സ്പേസ് അറ്റാക്ക് ചെയ്ത് ആ റൈറ്റിൽ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ബോക്സിന് അടുത്തേക്ക് എത്താം. അങ്ങനെയുള്ള 1-2 മൂവ്മെന്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേപോലെ ലെഫ്റ്റിലൂടെ മുന്നോട്ട് പോകും, ലെഫ്റ്റിൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് ഓപ്പണൻസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ലോങ് ബോൾ കളിച്ച് എക്സ്ട്രീം വൈഡിൽ നിൽക്കുന്ന സിൽവയെ കണ്ടെത്തുന്നു. അദ്ദേഹം മുന്നോട്ട് പോയിട്ട് ആ ഒരു പ്ലെയറിനെ മറികടന്ന് ഒരു കർവിംഗ് ഷോട്ട് അദ്ദേഹം എടുക്കുന്നുണ്ട്. പക്ഷേ അത് ഓൺ ടാർഗറ്റിലേക്ക് വന്നില്ല. പക്ഷേ അവിടെ സ്റ്റിൽ ഒരു ബിൽഡപ്പ് അവിടെ കൃത്യമായിട്ട് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതുപോലെ ചെറുക്കി വരുന്ന അല്ലെങ്കിൽ സിൽവ വരുന്ന ഒരാൾ മാത്രം ഔട്ട് വൈഡിലേക്ക് ഇറങ്ങി നിന്ന് പന്ത് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സോ ഇതും അത്യാവശ്യം സ്മൂത്തായിട്ട് ബിൽഡപ്പ് ആ ഒരു ഓപ്പണന്റ് ഹാഫിലേക്ക് വരികയും അതൊരു ഷോട്ടിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ത്രെട്ടായി മാറുന്ന രീതിയിൽ ബിൽഡപ്പ് ചെയ്യാൻ സിറ്റിയെ ഹെൽപ്പ് ചെയ്ത മറ്റൊരു മെത്തേഡാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നത് ഫസ്റ്റ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ ചെൽസി കുറച്ച് ടാക്ടിക്കലി ഒരു ചേഞ്ച് ആയിട്ടാണ് ഇറങ്ങുന്നത്. അതുവരെ ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യാതിരുന്ന ഒരു ഹൈ പ്രസിംഗിലേക്ക് പോവാതെ സിറ്റിയെ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യാൻ അനുവദിച്ചിരുന്ന ചെൽസി രണ്ടാമത്തെ ഹാഫിലേക്ക് വരുമ്പോൾ ചേഞ്ച് ആയിട്ട് ഫ്രണ്ടിൽ നിന്ന് കൃത്യമായി പ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു മാറ്റം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ച് സമയം ആ രീതിയിൽ പ്രസ് ചെയ്ത് പന്തെടുക്കാനൊക്കെ ചെൽസിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയും സിറ്റി നല്ല രീതിയിൽ അതിനോട് അഡാപ്റ്റ് ആവുന്നുണ്ട്. ആൻഡ് ഇവിടെ ഇൻവൈറ്റ് ആൻഡ് ലോങ് ബോൾ എന്ന മെത്തേഡിലൂടെയാണ് ആ ഒരു ബിൽഡപ്പ് പിന്നീട് സിറ്റി നടത്തുന്നത്. 1-2 സിറ്റുവേഷനിൽ ഈ പറഞ്ഞ ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ അവർ ഇന്റൻഷനലി തന്നെ ഓപ്പണന്റിനെ ആ ഒരു ഹാഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിൽ പാസിട്ട് കളിക്കുമ്പോൾ പ്രസ് വരുമ്പോൾ ഒട്ടുമിക്ക ടീമും ഒരു ഇൻസ്റ്റന്റ് ലോങ് ബോളിലേക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് ഒഴിവാക്കാനോ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷേ ചെൽസി പ്രസ് ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ കുറച്ചുകൂടി ഹാഫിലേക്ക് കൂടുതൽ പ്ലേയേഴ്സിനെ അവരുടെ ഹാഫിലേക്ക് സിറ്റിയുടെ ഓൺ ഹാഫിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്ന രീതി കാണാൻ സാധിക്കും. സോ അങ്ങനെ ഇറങ്ങി നിന്ന് മാക്സിമം പ്ലേയേഴ്സ് എത്തിക്കഴിഞ്ഞാൽ ഒരു ലോങ് ബോൾ ഒരു ഹൈ ലോങ് ബോൾ അപ്പുറത്തേക്ക് കളിക്കും. അവിടെ ചിലപ്പോൾ ഹാളണ്ട് ഉണ്ടാവും അല്ലെങ്കിൽ 1-2 പ്ലേയേഴ്സ് ആയിരിക്കും ഉണ്ടാവും. നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഒറ്റ ലോങ് ബോളിൽ 6-7 ചെൽസിയുടെ പ്ലേയേഴ്സ് ഒറ്റ പാസിൽ ബീറ്റ് ആയി കഴിഞ്ഞു. പിന്നെ ബാക്കി പ്ലേയേഴ്സിനെ വെച്ച് അവർക്ക് മുന്നോട്ട് പോകാനും 1-2 പാസുകൾ കളിച്ച് ഓപ്പണന്റ് ഹാഫിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെയുള്ള 1-2 സിറ്റുവേഷനിൽ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഗോൾ കീപ്പറിനെയും ഈ പറഞ്ഞ ബാക്കിലെ സെൻറ്റർ ബാക്സിനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അവരെ ഓൺ ഹാഫിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് പെട്ടെന്നൊരു ലോങ് ബോൾ വെച്ചിട്ട് ഒരു ടാർഗറ്റ് മാൻ ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു ഹൈ ബോൾ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ഉണ്ടാവും. ആ ഒരു പ്ലെയറിലേക്ക് റീച്ച് ചെയ്തിട്ട് വീണ്ടും ആ ഒരു ബിൽഡപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി കാണാൻ സാധിക്കും. സോ ഇവിടെ എല്ലാം ആ ഒരു ബിൽഡപ്പ് ചെയ്യാൻ ഓപ്പണന്റ് ഹാഫ് വരെ എത്താൻ അല്ലെങ്കിൽ ഒരു ത്രെട്ട് ക്രിയേറ്റ് ചെയ്യാൻ സിറ്റിക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഗോൾ കണ്ടെത്താൻ പല സിറ്റുവേഷനിലും അവർക്ക് സാധിച്ചിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ലാസ്റ്റ് മിനിറ്റിൽ ചെൽസി ഒരു ഗോൾ അടിച്ച് ആ ഒരു സ്കോർ ലെവൽ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഇത്രയധികം മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. സോ എന്തായാലും ഒരു മാച്ച് നിങ്ങൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ ഇതല്ലാതെ നിങ്ങൾ നോട്ടീസ് ചെയ്ത ബിൽഡപ്പ് മെത്തേഡ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.